നാളെ ഇലക്ഷനാണ്. എന്ത് ഇലക്ഷൻ? ആര് ജയിച്ചാൽ നമുക്കെന്താ? നമ്മളിവിടെ വോട്ടിയിട്ട് ഒന്നും മാറാൻ പോകും. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. ശരിക്കും നമ്മളിവിടെ എന്ത് ഇലക്ഷൻ നടക്കുന്നത്? നമ്മളിവിടെ ഇപ്പം നടക്കുന്നത് വെച്ചാൽ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ശരിക്കും നമുക്ക് എത്ര ഇലക്ഷനാണ് ഉള്ളത്? 3 ഇലക്ഷനാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ, 2 നമുക്ക് MLA-മാരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള നിയമസഭാ ഇലക്ഷൻ, 3 നമുക്ക് MP-മാരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ലോക്സഭാ ഇലക്ഷൻ. അങ്ങനെ മൊത്തം 3 ഇലക്ഷനാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്ക് കാണേണ്ട ഒരു ഇലക്ഷനാണ് നമുക്ക് ഇപ്പൊ മുന്നിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ. അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ, നമുക്കിപ്പോൾ MLA-യോ MP-യോ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഓടിയെത്തുന്ന ഒരാളുണ്ട്. അയാൾ എന്ന് വെച്ചാൽ നമ്മുടെ വാർഡ് മെമ്പറാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം മുന്നിട്ടിറങ്ങേണ്ട ഒരു വ്യക്തി, ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ അത് നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ സുപ്രീം പവർ നമ്മുടെ വോട്ടവകാശം അത് നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിക്കുക. അല്ലാതെ നമ്മുടെ കുടുംബപരമായിട്ടൊരു പാർട്ടിയിലാണെന്നോ അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിൽപ്പുണ്ടെന്നോ അങ്ങനെയൊക്കെ കരുതി നമ്മൾ വോട്ട് ചെയ്യാതെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു വ്യക്തി ഇന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കും, നമ്മുടെ സമൂഹം കുറച്ചും കൂടി മെച്ചപ്പെടും എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ മാത്രം നമ്മൾ വോട്ടിടുക. വോട്ട് ചെയ്ത് ആ വ്യക്തിയെ മാത്രം വിജയിപ്പിക്കുക. അനാവശ്യമായിട്ട് നമ്മുടെ വോട്ട് കൊണ്ട് എൻകാർഡിലോ അല്ലെങ്കിൽ മുമ്പ് നോട്ടയായിരുന്നു, ഇപ്പൊ എൻകാർഡാണ്, എൻകാർഡിൽ കൊടുത്ത് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളിപ്പോ കുറച്ച് പേര് കൊണ്ട് നോട്ടയ്ക്ക് കുത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റീ ഇലക്ഷൻ വെക്കൂ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ള ആളാരാണോ അയാൾ ജയിക്കും, നിങ്ങളിപ്പോ നോട്ടയ്ക്ക് കൊടുത്തെങ്കിൽ പോലും. അപ്പൊ നമ്മൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ കറക്റ്റ് ആയിട്ടൊരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് നമ്മൾ വോട്ട് കൊടുക്കുക. മെയിൻ ആയിട്ട് നമ്മുടെ ജൻസീറാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്ന വലിയൊരു തലമുറ. അപ്പൊ അതിന്റെ തുടക്കം എന്ന നിലയിൽ നിങ്ങൾ ഇവിടം തൊട്ടേ കറക്റ്റ് ചെയ്ത് പോകണം. കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കുക, ആ വ്യക്തിക്ക് വോട്ട് ചെയ്യുക, ആ വ്യക്തിയെ വിജയിപ്പിക്കുക. പിന്നീട് അടുത്ത ഇലക്ഷനുകൾ വരുമ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അവരെ നമ്മൾ വിജയിപ്പിക്കുക.